പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ശക്തമാക്കി CPIM. എന്നാൽ പാർട്ടി അംഗത്വം പുതുക്കാനില്ലെന്ന നിലപാടിൽ തന്നെയാണ് ജി സുധാകരൻ. മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഇനി നിർണായകം. ഇന്ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി ജി സുധാകരനെ നേരിൽ കാണുമോ എന്നാണ് ആകാംക്ഷ. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ആലപ്പുഴയിലെത്തും. പെരുമ്പളം പാലം ഉദ്ഘാടന ചടങ്ങിൽ സുധാകരനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ചടങ്ങിലേക്ക് എത്തില്ല. മനീഷ് മഹിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, സുധാകരൻ അയയുന്ന മട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി സുധാകരനെ കാണാനുള്ള സാധ്യതയുണ്ടോ? വീട്ടിൽ നിന്ന് കാര്യമായ മറ്റു പൊതുപരിപാടിക്കൊന്നും ശരിയാണ്, സുധാകരൻ പോയി തുടങ്ങിയിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ഭേദമായി പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് ജി സുധാകരൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയെ പാർട്ടി ഓഫീസിലെങ്കിലും എത്തി ജി സുധാകരൻ കാണാനുള്ള സാധ്യതയുണ്ടോ? അതല്ല മുഖ്യമന്ത്രി എവിടെയെങ്കിലും വെച്ച് വീട്ടിലേക്കങ്ങനെ വന്ന് ജി സുധാകരനെ കാണുമോ? അനുനയ നീക്കത്തിന് വഴങ്ങുന്നില്ല എന്ന് നൽകുന്നത് എന്ത് സൂചനയാണ് മനീഷ്? അരുൺകുമാർ, നമ്മൾ പുന്നപ്രയിലെ ജി സുധാകരന്റെ വസതിക്ക് മുന്നിൽ തന്നെ ഉണ്ട്. അദ്ദേഹം എവിടെയും പോയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഫേസ്ബുക്കിൽ സംസ്ഥാന സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. പിന്നെ അതിനുശേഷം ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4ാമത്തെ ദിവസവും സുധാകരൻ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊരു പൊതുപ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടറി അംഗം ജി ഹരിശങ്കർ ഇവിടെ എത്തി അനുനയ നീക്കം നടത്തി ചർച്ച നടത്തി. പക്ഷേ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ച നിലപാടിലാണ്. തൽക്കാലം പുതുക്കുന്നില്ല, അനുഭാവിയായി തുടരുമെന്ന് പറയുന്നു. ഇനി അല്പസമയത്തിന് ശേഷം ഈ പുന്നപ്രയിലെ ഈ വസതിക്ക് തൊട്ട് അടുത്തുള്ള തന്നെ പുന്നപ്ര കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് നിന്നും ആ ഗ്രൗണ്ടിലേക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അതിനുശേഷം പഴയ നടക്കാവ് റോഡ്, ജി സുധാകരന്റെ വീടിന്റെ തൊട്ട് വാതിക്കലുള്ള 100 മീറ്റർ മാത്രം അകലെയുള്ള പഴയ നടക്കാവ് റോഡിൽ കൂടെ ആയിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ മങ്കം AC റോഡിലുള്ള 752 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച AC റോഡിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു പോവുക. അങ്ങനെ ജി സുധാകരന്റെ ഈ വീടിന്റെ 100 മീറ്റർ അടുത്തുകൂടി കടന്നു പോകുന്ന മുഖ്യമന്ത്രി ഇവിടേക്ക് കയറുമോ എന്നതാണ് ആകാംക്ഷയോട് നോക്കി നിൽക്കുന്നത്. ഇവിടെ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് വരുന്നത് പൂർണ്ണമായി നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കില്ല. അനുനയ നീക്കത്തിന്റെ ഭാഗമാണ്, തെരഞ്ഞെടുപ്പാണ്. അത്തരം സങ്കീർണമായ വിഷയങ്ങളുള്ള സ്ഥിതിക്ക് മുഖ്യമന്ത്രി വരാനും വരാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്.